ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇണ്ടൊരു ചുമ സിമ്പിളായിട്ട് ഒരു മുളക് അരച്ചിട്ട് കാട്ടുற മീൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടും മാവും മീൻ ഫ്രൈ. ഇങ്ങനെ മേവർക്ക് മുളക് അരച്ചിട്ട് ട്രൈ ആക്കോർ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആക്കോർ, സബ്സ്ക്രൈബ് ആക്കോർ, ഷെയർ ആക്കോർ. ഫസ്റ്റ് മിക്സി ജാർ എടുത്തിട്ട് പൂണഞ്ചി ഉണക്ക് മുളക് എടുത്തರೆ, ಲಿಂಬೆಡೆ ಸೈಜರ್ ಹತ್ತರ ಬೆಳ್ಳಿಯ ಪುಲಿ, ഒരു ಬೆಳ್ಳುಳ್ಳಿ ಫುಲ್ಲು ನಾನಿവിടെ ಯೂಸ್ ಹಾಕಿರೆ, തോലെല്ലാം എടുത്തിട്ടിടೋರು ಬೆಳ್ಳುಳ್ಳಿಡೆ, 1 ಟೀಸ್ಪೂನ್ മഞ്ഞളുടെ പൊടി, പിന്നെ ಬೇನಾಯ್ತರ ഉപ്പിടണം. ಇದಕ್ಕೆ ಎಲ್ಲ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಇಟ್ಟಿಟ್ಟು ತನ್ನಿ ಬೀತಿಟ್ಟುಂಡಲ್ಲಿ നല്ല നൈസായിട്ട് പേസ്റ്റ് ആക്കണം. തരി ബലെന്തും ആക്കാണ്ട് നല്ല നൈസായിട്ട് അരിയിട്ട് ഇപ്പോൾ മുളകെല്ലാം അരച്ചിട്ട് റെഡിയായിട്ട്. ಇದಕ್ಕೆ നിങ്ങൾ ಬೇರೆ ಎಕ್ಸ್ಟ್ರಾ ನೀರುಳ್ಳಿ ಕೊತ್ತಂಬರಿ ಎಂದೂ ಇಡ പോകണ്ട. ഇത്തരമേ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಇಟ್ಟಿಟ್ಟು ಗ್ರೈಂಡ್ ಹಾಕೋರು. പിന്നെ ನಾನು ಈ ಮಸಾಲೆ ಯೂಸ್ ಹಾಕಿಟ್ಟು ಫಿಶ್ ಫ್ರೈ അങ്ങനെ ಹಾಕ್ರೇನು ಕಾಟ್ರೆ ಊಡ ನಾನು ಐಲೆ എടുത്തോണ്ടേ. നിങ്ങൾക്ക് എന്തൊരു മീൻ ഇഷ്ടമുണ്ടോ ആ മീൻ എടുത്തോളാം. മത്തിലും നല്ല ഉള്ളൂ, മാഞ്ചി പിന്നെ മധുമാല് മീനിലും നിങ്ങൾ ഈ മസാല ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് നോക്കോರು. ಬೇನಾಯ್ತರ മുളക് അരച്ചതിടോರು 2 ಟೇಬಲ್ ಸ್ಪೂನ್ ಕಾರ್ನ್ಫ್ಲೋರ್ ಇಟ್ಟರೆ. ಕಾರ್ನ್ಫ್ಲೋರ್ ಎಂದಿಗಿಡ್ರೆ ಚೊಂದೆಂಗೆ ಮಸಾಲೆ ಎಲ್ಲ ಮೀನಿಗೆ ತೆಲ್ಲ ಕರೆಕ್ಟಾയിട്ട് പിടിക്കട്ടെ ചൊന്നിട്ടു. ಬೇರೆ ಎಕ್ಸ್ಟ್ರಾ ಉಪ್ಪು പുളി ಎಲ್ಲ ಎಂದೂ ഇട പോകണ്ട. ಕಾರ್ನ್ಫ್ಲೋರ್ ഒന്ന് മാത്രം എക്സ്ട്രാ നിങ്ങൾ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಇದಕ್ಕೆ ಇಟ್ಟಂಗೆ. ഇപ്പം മീൻ്റെ ചന്ത പരട്ടിയിട്ട് 1 ಗಂಟೆ ಬಿಟ್ಟುಟ್ಟು ನಾನಿവിടെ ಫ್ರೈ ಹಾಕ್ಕೊಂಡುಳ್ಳಿ. ഫ്രൈ ആക്കോകു ഡീപ് ഫ്രൈ ಬೇನೆങ്ങും നിങ്ങൾക്ക് ആക്കാം. ഡീപ് ഫ്രൈഡ് ആയിട്ട് യാറുണ്ടായാലേ ഇങ്ങനെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കോರು നല്ലോണം. തേങ്ങെണ്ണമേ യൂസ് ആക്കണം. ഫിഷ് ഫ്രൈക്ക് തേങ്ങെണ്ണ യൂസ് ആക്കിയെങ്കിൽ നല്ല കമ്മണം ടേസ്റ്റി ആയിട്ട് വേണ്ട. ಪ್ಯಾನ್ എടുത്തിട്ട് ಬೇನಾಯ್ತು ಎಣ್ಣೆ ಬೀತೋರು. ಆಯಿಲ್ ಬೀತಿಟ್ಟು തീ ಎಂದು ಜೋರ್ಲೆಲ್ಲ ಬೇಕು പോകണ്ട. ಜೋರ್ಲು ಬೆಚ್ಚೆ ಮೀನೆಲ್ಲ ಒರ್ಕಲ್ಲಿ ಕರഞ്ഞിട്ട് പത്തി പിടിക്കിರಿ ഇങ്ങനത്തെ പ്രോബ്ലം എല്ലാം അവിടെ. തീനിങ്ങ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ഉണ്ടല്ലേ മീൻ്റെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ബെറ്റർ. മീൻ്റെ ഞാനിപ്പോൾ എല്ലാം ഊടിയിട്ടിട്ട് ഒരു 10-15 നിമിഷം അങ്ങനെ ಬಿಡೋಣ. ഒരു സൈഡിನಲ್ಲಿ ഫ്രൈ ആവിടത്ತಾರೆ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സൈഡ് തീ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലേ വെച്ചിരി. ഇപ്പം ഞാൻ 1-2 നിമിഷം അടി മറിച്ചിട്ടിട്ട് കാട്ടുറെ. കോൺഫ്ലോർ ഇട്ട സബോലു ഇങ്ങനെ മീൻ്റെ മേലത്തെ തോലെല്ലാം ഉണ്ടല്ലേ കാവലിക്ക് പത്തി പിടിക്കരുത്. പ്രോബ്ലം എന്താവില്ല, നല്ല ടേസ്റ്റി ആയിട്ടേ വേണ്ട. ഇപ്പോൾ ಎಲ್ಲ മീൻ്റെ അടിമറിച്ചിട്ടിട്ട് തെല്ല അതിന് മേൽക്ക് ഞാനിവിടെ മുളക് വരച്ചിരെ. നെക്സ്റ്റ് 2 സൈഡും നല്ല റോസ്റ്റ് ആയി പിന്നെ ഈ മീൻ്റെ നിങ്ങൾ സെർവ് ആക്കി കഴിത്തി. ഇപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സെർവ് ആക്കിയിട്ട് കാട്ടുറെ. അതിന് മേൽക്ക് തെല്ല് നീരുള്ളി കായ്മുളക് തെല്ല് ലിಂಬೆ ಬೇನೆಂಗೆ ಎಕ್ಸ್ಟ್ರಾ പുളിഞ്ഞിട്ട് ತಿನ್ನೋಗು ಭಾರಿ നല്ല ಅವಡು. ചൊമ്മ സിമ്പിളായിട്ടും ഉണ്ട്. എല്ലാവരും ട്രൈ ആക്കോರು. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആക്കോರು, സബ്സ്ക്രൈബ് ആക്കോರು, ഷെയർ ആക്കോರು.